ക്യാൻസറിന് കാരണമാകുന്ന പല വിധത്തിലുള്ള വസ്തുക്കളെപ്പറ്റി നമ്മളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരുവിധപ്പെട്ടവരാരും കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല സാരി എന്നുള്ളത്. ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രസങ്കല്പത്തിന് നെടുംതൂണായിട്ട് നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന സാരി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് ചില ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് സാരിയല്ല കാരണം, അതിന് താഴെ നമ്മൾ മുറുക്കി കൊടുക്കുന്ന പാവാടയാണ് ഇവിടെ വില്ലനാകുന്നത്. സാരി ക്യാൻസറിനെ തന്നെയാണ് ധോത്തി ക്യാൻസർ അഥവാ മുണ്ട് അർബുദം എന്നും കൂടെ പറയുന്നത്. നമ്മുടെ അരക്കെട്ടിൽ മുണ്ട് അല്ലെങ്കിൽ അടിപ്പാവാടയൊക്കെ, നമ്മൾ സാരി ഉടുക്കുന്നതിനായിട്ട് ഉടുക്കുന്ന അടിപ്പാവാടയൊക്കെ നന്നായിട്ട് മുറുക്കി ഉടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന സ്കിൻ ക്യാൻസറാണിത്. നമുക്കറിയാം, നമ്മൾ മുണ്ട് അല്ലെങ്കിൽ കയ്യിലേക്ക് ഉടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുറുക്കിയാണ് ഉടുക്കുന്നത്. അതുപോലെ തന്നെ സാരി ഉടുക്കുമ്പോൾ അടിയിൽ പാവാട ഇടാതെ പറ്റില്ല. അപ്പോൾ നിരന്തരമായിട്ട് പാവാടയോ അല്ലെങ്കിൽ മുണ്ടോ അല്ലെങ്കിൽ ജീൻസോ ഒക്കെ ഇങ്ങനെ മുറുക്കി അരയിൽ ചുറ്റുമ്പോൾ അത് ഉരഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളും ഒക്കെ ഉണ്ടാകും. ഈ ചൊറിച്ചിലാണ് അരക്കെട്ടിലെ സ്കിൻ ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അരക്കെട്ടിൽ തുണിയിൽ ഒരയുമ്പോൾ നമുക്ക് ആ സ്കിന്നിൽ ചെറിയ നിറവ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ചെതുമ്പൽ പോലെയൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ സ്ഥിരമായിട്ട് സാരി ഉടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു മുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാരിയൊക്കെ വീടുകളിൽ ഉടുക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ മുണ്ട് അല്ലെങ്കിൽ കൈലിയൊക്കെ ഉടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് അവരിങ്ങനെ വരിഞ്ഞ് മുറുക്കി ഉടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിനൊപ്പം ചൂടും ഈർപ്പവും പൊടിയും ഈർപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ആ സ്കിന്നിന് ഉണ്ടാകുന്ന പ്രോബ്ലം അധികരിക്കും. അപ്പോൾ അരക്കെട്ടിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ, കുരുക്കൾ, മുഴകൾ എന്നിവയെല്ലാമാണ് ഈ സ്ക്വാമസ് സെൽ കാർസിനോമയുടെ ലക്ഷണങ്ങൾ. കൂടുതൽ അയവുള്ളതും കാറ്റ് കയറി ഇറങ്ങുന്നതുമായിട്ടുള്ള തുണി അരയിൽ ചുറ്റുന്നതും അരക്കെട്ടിൻ്റെ ശുചിത്വം നിലനിർത്തുന്നതുമാണ് ഈ ക്യാൻസർ സാധ്യത കുറയാനായിട്ട് സഹായിക്കുന്ന ഒരേ ഒരു കാര്യം. കുരുക്കളും പൊട്ടലും ഒക്കെ ഉണ്ടാകുന്നവർ ദീർഘകാലത്തേക്ക് സാരി പോലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മുണ്ട് ഒക്കെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരക്കെട്ടിന് മുറുക്കമുണ്ടാകാതെ ബെൽറ്റ് അയച്ചു കെട്ടുന്നതും രാത്രിയിൽ മോയ്സ്ചറൈസർ ക്രീം തേക്കുന്നതും ഒക്കെ ഇതിന് നല്ലതാണ്. സ്ത്രീകളിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട് മുണ്ടൊക്കെ എടുക്കുന്ന പുരുഷന്മാർക്കും ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് ധരിച്ചാലും ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ സത്യമില്ലെന്ന് പറയാനാകില്ല, കാരണം മണിക്കൂറുകളോളം ഇറുകിയ വസ്ത്രം ധരിച്ചിരിക്കുന്ന അത്ര നല്ലതല്ല. ആ ഭാഗത്ത് ഓക്സിജൻ ലഭിക്കാതെ വരും. പുരുഷന്മാരുടെ അടിവയറ്റിൽ ചൂട് കൂടുന്നതിന് ജീൻസ് ധരിക്കുന്നത് കാരണമാകുന്നുണ്ട്. അത് ബീജോത്പാദനം കുറയാനും വൃഷ്ണ ക്യാൻസറിനും ഒക്കെ കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ ശരീരത്തിൽ ഇറുകി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. അത്തരം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അത്തരം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മുടെ തൊലി ചുവന്ന് തടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇറുകി പിടിച്ച അടിവസ്ത്രങ്ങൾ ധരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജിംനേഷ്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ വളരെ കുറച്ച് സമയമേ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് ഇടുന്നുള്ളൂ എന്നൊരു ആശ്വാസം നമുക്ക് പറയാം. പക്ഷേ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ജീൻസ് ഇപ്പോൾ പുറത്ത് പോകുന്നവർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സാരിയോ മുണ്ടോ എന്താണെന്ന് പറഞ്ഞാലും സ്ഥിരമായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ സാരി ക്യാൻസർ പറഞ്ഞു, അതുപോലെ തന്നെ കാശ്മീരിൽ കാങ്ക്രി ക്യാൻസറും ഉണ്ട്. അതായത് കാശ്മീരിൽ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. കൊടും ശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ആളുകൾ തീ കായുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, തണുപ്പുള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലർ ഈ തണുപ്പ് അകറ്റാനായിട്ട് വസ്ത്രങ്ങൾക്കുള്ളിൽ ഒരു മൺപാത്രത്തിൽ തീക്കല്ലിട്ടും കൂടെ പിടിക്കും. അപ്പം വയറ്റിലും തുടയിലും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചൂട് അനുഭവപ്പെട്ടാൽ അതും അർബുദത്തിന് കാരണമാകും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് സാരി അല്ലെങ്കിൽ മുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആ തുണി വൃത്തിയുള്ളതായിരിക്കണം. പിന്നെ ഇതുപോലെ ഒരുപാട് ടൈറ്റായിട്ട് ദിവസം മുഴുവനായിട്ട് കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മുടെ അടിവസ്ത്രങ്ങളാണെങ്കിൽ പോലും അത് ഒത്തിരി ടൈറ്റായിട്ടുള്ളത് ഇടാതിരിക്കുക, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിടുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു തടിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ചൊറിച്ചിലോ എന്തെങ്കിലും ചെതുമ്പൽ പോലെയൊക്കെയുള്ള ഒരു കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളൊരു സ്കിൻ ഡോക്ടറിനെ കണ്ട് അതിനുള്ള പ്രതിവിധി തേടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും.